അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഡാർവിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആയിരിക്കുന്നത്. ഈ പട്ടണത്തിൻ്റെ പേര് തന്നെ ചാൾസ് ഡാർവിനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ജനതയുമായുള്ള ബന്ധത്തിലാണ് ആ പേരിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവിടെ അബോറിജിനൽസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളുണ്ട്. അവർ മുഖാന്തരമായിരിക്കാം ഡാർവിൻ എന്ന് ഈ പട്ടണത്തിന് പേരിട്ടിരിക്കുന്നത്. എന്തായാലും ഒരു പ്രവചന നിവർത്തീകരണമാണ് ഞങ്ങൾ ഡാർവിനിലായിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് മനു സ്റ്റീഫൻ അവറുകളും എന്നോടൊപ്പമുണ്ട്. കർത്താവിൻ്റെ ദാസൻ ചില ദിവസങ്ങൾക്ക് മുന്നമേ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രവചന ശബ്ദം മുഴക്കി ഡാർവിൻ എന്ന പേര് അത്തരത്തിൽ വരികയുണ്ടായി. ഡാർവിനിൽ ഒരു ഉണർവുണ്ടാകും, അതിനുശേഷമായിട്ട് അത് ആലിസ് സ്പ്രിങ്ങിൽ എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രവചന ശബ്ദം പറഞ്ഞതിൻ്റെ ഫലമായിട്ടാകുന്നു മൽഗ്രേവിൽ ഉണർവുണ്ടായത്. അത് കേട്ട സമയത്ത് തന്നെ മൽഗ്രേവിലെ ലോക്കൽ പാസ്റ്റർ സെഡ്രിക്ക് ചാടിയെടുത്തിട്ട് പറഞ്ഞു, 5 വർഷങ്ങൾക്ക് മുന്നമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടിത് സംസാരിച്ചതാണ്. ഡാർവിനിൽ ഒരു ഉണർവുണ്ടാകും, അത് ആലിസ് സ്പ്രിങ്ങിൽ എത്തിച്ചേരും. മൽഗ്രേവിൽ നിന്ന് ഒരു സംഘം ആളുകൾ ബസ്സിൽ യാത്ര ചെയ്ത് ഡാർവിനിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള ഒരു പ്രത്യേക വിഷൻ 5 വർഷങ്ങൾക്ക് മുന്നമേ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സെഡ്രിക് ലെബ്രോയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതാണ് പ്രവചനമായിട്ട് പാസ്റ്റർ അനീഷ് മനു സ്റ്റീഫൻ അവറുകൾ ആ പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞത്. പിന്നെ അതൊരു ഉണർവായി തീർന്നു. മൽഗ്രേവിൽ ഇപ്പോഴും മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശനിയാഴ്ച അത് 70-ാം ദിവസം, അത് 70-ാം ദിവസമായി തീരുവാൻ പോകുന്നു. അങ്ങനെ കഴിഞ്ഞുപോയ 70 ദിവസങ്ങളായിട്ട് മൽഗ്രേവിൽ നോൺ സ്റ്റോപ്പ് മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ പ്രവചന നിവർത്തീകരണത്തിൻ്റെ ഒരു 1ാമത്തെ ഘട്ടം നിവർത്തീകരിക്കപ്പെടുകയാണ്. ആ പ്രവചനത്തിൽ ഡാർവിൻ എന്ന് പറഞ്ഞു, ഉണർവെന്ന് പറഞ്ഞു. അതിനു മുന്നമേ 5 വർഷങ്ങൾക്ക് മുന്നമേ പാസ്റ്റർ സെഡ്രിക്കിന് ഒരു വിഷൻ ലഭിച്ചു. അതിനകത്ത് ഡാർവിനുണ്ട്. ആ ഡാർവിൻ എന്ന് പറയുമ്പോൾ മൽഗ്രേവ് ചർച്ചിലൊരു ഉണർവുണ്ടാകും. ആ ഉണർവിൽ നിന്ന് ആ ഉണർവ് കവിഞ്ഞൊഴുകിയിട്ടാണ് ആ ഉണർവിൽ നിന്ന് ഡാർവിനിൽ ഉണർവ് എത്തിച്ചേരുന്നത്. ഡാർവിനിലേക്ക് ഉണർവ് പടരുമെന്നുള്ള ഒരു ദൂത് ലഭിച്ചത്. ആ ദൂതിൻ്റെ ഇങ്ങനെ 2 ദൂതുകളുടെ ഒരു നിവർത്തീകരണം, അതിൻ്റെ 1ാം ഘട്ടമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പാസ്റ്റർക്ക് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നൽകി തരുന്നത്? ദൈവം വിശ്വസ്തൻ പാസ്റ്റർ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറം, നമ്മുടെ വിശ്വാസത്തിൻ്റെയും അപ്പുറം, നമുക്ക് അത് സംഭവിക്കുമോ എന്നുള്ളൊരു സിസ്റ്റത്തിനേക്കാളുമൊക്കെ അപ്പുറം ദൈവം വിശ്വസ്തനാണ്. ഡാർവിൻ എന്ന ഈ പട്ടണത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് 2018 ഞാൻ ആദ്യമായിട്ട് അഡ്ലൈഡിൽ ശുശ്രൂഷിക്കാനായിട്ട് പോയത്. പാസ്റ്റർ ബാബു കുലൂടെ ചേർച്ചിലായിരുന്നു. 2018 ഞാൻ ശുശ്രൂഷിക്കാൻ ഗസ്റ്റ് സ്പീക്കറായിട്ട് പോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇൻഡിജീനിയസ് ആളുകളെ കാണുന്നതും ഇവരാണ് യഥാർത്ഥത്തിൽ ഈ ലാൻഡിൽ ഉണ്ടായിരുന്നതെന്നും ഈ ലാൻഡിൻ്റെ ഉടമസ്ഥരാണ് അവർ. ഈ ഇത്രയും വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദേശത്തിൻ്റെ ഉടമസ്ഥരാണ് അവർ ഞാൻ കാണുന്നത്. എന്നാൽ അവർ കാഴ്ചയിൽ വളരെ വ്യത്യസ്തരായിരുന്നു. നമ്മളെപ്പോലെയല്ല, അവരുടെ രൂപത്തിലും ഭാവത്തിലും അവരുടെ പ്രകൃതത്തിലും ഭാഷയിൽ പോലും ഒക്കെ വളരെ വ്യത്യസ്തരായിരുന്നു. സ്മെല്ലിൽ പോലും വളരെ വ്യത്യസ്തരായിരുന്നു. എന്നാൽ അവരുമായിട്ട് കമ്പാഷനേറ്റ് ഉള്ള ഒരു ചേർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് ഒരു മനസ്സലിവും സ്നേഹവും തരികയും ആ ഒരു 2018 2019 ജനുവരി മാസത്തിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്സ് അഡ്ലൈഡിൽ തന്നു. ആ സമയത്താണ് അതിൻ്റെ ഒരു തലപ്പത്ത് ഇരിക്കുന്ന ഒരു അമ്മച്ചി, അമ്മച്ചി ഡാർവിൻ എന്നൊരു പട്ടണത്തെക്കുറിച്ച് പറയുന്നത് എന്നോട്. നിങ്ങൾ ഡാർവിനിൽ വരണം, നിങ്ങൾ അവിടെ വന്ന് ശുശ്രൂഷിക്കണമെന്ന്.
ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത് അങ്ങനൊരു സ്ഥലം തന്നെ ഈ രാജ്യത്തിലുണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെ അപ്പോഴാണ് 2018. 2019 ഞാൻ എൻ്റെ ലാസ്റ്റ് മീറ്റിങ്ങിൽ അവിടെ പ്രസംഗിക്കുമ്പോൾ വേറെ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് ഇംഗ്ലീഷിൽ പറയുകയാണ്, I feel in my spirit, brother, you are coming to our place, Darwin. People are hungry and starving for Jesus. Amen. I'm feeling in my spirit again, brother, you will come to our place. ഈ പറഞ്ഞതൊരു അബോറിജിനൽ ആയിട്ടുള്ള ഇൻഡിജിനിയസ് ലേഡിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പാസ്റ്ററിന് അയച്ചു തരാം. പാസ്റ്ററിന് വേണമെങ്കിൽ ഇത് എപ്പിസോഡിൽ ഇടാം. I belong too. Brother, God has a plan for you. One day you will come to a community. Amen. Because they are starving. They are hungry for Jesus. Amen. Amen. I believe in my spirit. Amen. In my I receive it. My spirit is telling me. I receive it. You will come to a community in the heart of the Israel. For all. I receive it. Receive it in Jesus. 2019 ജനുവരി പറഞ്ഞതിനെ 20, 21, 22, 23, 24, 25, 26 7 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം 2026 ജനുവരി 17 ഓൾമോസ്റ്റ് 7 വർഷത്തിന് ശേഷം ഞാൻ പാസ്റ്റർ സെഡ്രിക് ലെബ്രോയുടെ ചർച്ച് ക്യാമ്പിൽ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്, ഡാർവിനിൽ ഒരു ഉണർവുണ്ടാകുവാനായിട്ട് പോകുന്നു. ഡാർവിനിൽ കർത്താവ് ഒരു വലിയ ഉണർവിനെ അയക്കും. ഈ രാജ്യത്തിലെ ഇൻഡിജിനിയസ് ആളുകളെ തൊടാത്ത ഒരു ഉണർവും ഈ രാജ്യത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരികയില്ല എന്ന് ഞാൻ പറയുകയും ആ സമയത്താണ് പാസ്റ്റർ സെഡ്രിക് ലെബ്രോയ് ചാടി എഴുന്നേറ്റ് മൈക്ക് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നതും അദ്ദേഹം വികാരഭരിതനായിട്ട് അദ്ദേഹം 5 വർഷം മുന്നേ കണ്ട സ്വപ്നം മൾഗ്രേവ് ചർച്ചിൽ ഒരു ഉണർവുണ്ടാകുന്നു, അത് കവിഞ്ഞൊഴുകി ഡാർവിനി വരുന്നു, ഡാർവിനിൽ നിന്ന് ആലിസ് സ്പ്രിങ്സ് ഈ രാജ്യത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കുന്ന ആലിസ് സ്പ്രിങ്സിൽ അത് എത്തുന്നു എന്നും പറയുന്നത്. അങ്ങനെ ആ റെസ്പോൺസാണ് മൾഗ്രേവിൽ ജനുവരി 18 പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടതും ഈ വരുന്ന ശനിയാഴ്ച, അതായത് മാർച്ച് മാസം 28-ാം തീയതി 70ാമത്തെ ദിവസം തുടർമാനമായിട്ടുള്ള മീറ്റിംഗ് ആയി മാറിയത്. എന്നാൽ ഇന്ന് 25 മാർച്ചിന് നമുക്കൊരുമിച്ച് പണ്ട് മോശയുടെ കാലഘട്ടത്തിൽ അവർ സ്പൈസിനെ അയച്ചു, ആ രാജ്യത്തിനെ അല്ലെങ്കിൽ ആ ദേശത്തിനെ ഒന്ന് ഉറ്റുനോക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അയച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം വന്നത്. പ്രാർത്ഥിക്കാനാണ് വന്നത്. പക്ഷേ ഇന്നലെ തന്നെ അതിശയമായിരുന്നു. മൾഗ്രേവ് ഉണർവിൽ കാണുന്നത് പോലെ തന്നെയുള്ള അസാധാരണമായ ദൈവസാന്നിധ്യം നമ്മുടെ ഇടയിൽ മൂവ് ചെയ്യുകയും പല രാജ്യക്കാരൊരുമിച്ച് വന്ന് അതിനോട് ഏറ്റവും പ്രധാനം ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകൾ വരികയും അനേകരും ഒരു വലിയ സംഘം ആളുകൾ ഇവിടെ ഇതിനെ ഹെൽപ്പ് ചെയ്ത ബ്രദർ ജേക്കബ് പറയുന്നത് ഇതൊരു വലിയ സംഭവമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം എൻ്റെ ഉള്ളിൽ തോന്നുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ ആ ദർശനത്തിൻ്റെ ഈ സ്ഥലത്തുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫേവർ കാണുവാൻ ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ വരാൻ മെൽബണിലുള്ള എയർപോർട്ടിൽ പാർക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ വഴി തെറ്റിയെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ദൈവം കൃത്യമായിട്ടൊരു പാർക്കിംഗ് കൊണ്ട് എത്തിച്ചു. അവിടെ നിന്നൊരു ബസ് കിട്ടി, കൃത്യമായിട്ടൊരു ഫ്ലൈറ്റ് 4.5 മണിക്കൂർ എടുക്കുന്നതിന് പകരം ഞങ്ങൾ 20 മിനിറ്റിൽ കുറഞ്ഞ് യാത്ര ചെയ്ത് 4 മണിക്കൂറിനകത്ത് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ ഒരു സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നു. അപ്പോഴാണ് വേറൊരു കാര്യം കൂടെ മനസ്സിലായത്, ഇന്ത്യയിൽ നിന്നും വരുവാൻ ഇത് വളരെ അടുത്തുള്ള ഒരു സ്ഥലവുമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ മിഷണറിമാരെ കർത്താവ് ഇന്ത്യൻ ദൈവദാസന്മാരെ ഒരു കാലഘട്ടത്തിൽ ഈ ദേശത്തിൻ്റെ ആ സൈഡിൽ അയച്ചതുപോലെ വരും കാലഘട്ടങ്ങളിൽ ഈ സ്ഥലത്തേക്ക് അയച്ച് കർത്താവ് ശക്തമായ ഉണർവ് അയക്കുവാൻ സാധ്യത ഉള്ളതുപോലെയൊക്കെ എനിക്ക് ഹൃദയത്തിൽ തോന്നി. പാസ്റ്റർ ക്രിസ് അവர்கள் ഹൈദരാബാദിൽ ശുശ്രൂഷിച്ച സന്ദർഭത്തിൽ ആരംഭത്തിൽ പറഞ്ഞത് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള മിഷണറിമാരെ ലോകരാജ്യങ്ങളിലേക്ക് അയക്കുന്നു എന്നുള്ളൊരു പ്രവചന ശബ്ദമാണ്. അതിന്ന് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആത്മതലങ്ങളിൽ ഭയങ്കര സന്തോഷമുണ്ടാകും. എനിക്ക് പരിചയമുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം ഖത്തറിലാണ്. അവിടെ ഖത്തറിലെ ദോഹയിൽ നിന്ന് ഖത്തറിൻ്റെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അവരാദ്യമായിട്ട് പോകുന്ന സന്ദർഭത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവദാസൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നു. തൻ്റെ വാഹനത്തിൻ്റെ മുൻപിൽ ദൂതന്മാർ സന്തോഷത്തോടുകൂടെ വാഹനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാണുകയുണ്ടായി. അപ്പോൾ ആത്മാവിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഈ ദൂതന്മാർ ഇത്രയധികം സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൽ ബോധ്യം ലഭിക്കുകയാണ്. ഇതുവരെയും ദൈവമക്കൾ കാൽ ചവിട്ടിയിട്ടില്ലാത്ത ഒരിടത്തേക്ക്
അഭിഷക്തർ പോകുന്നു എന്ന് കാണുമ്പോൾ ആത്മലോകത്തിൽ ഭയങ്കര സെലിബ്രേഷൻ നടക്കുന്നു. ഞാൻ ഇന്നലെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ചിന്തിച്ചു. നമ്മൾ ഇവിടേക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളല്ലേ കാണുന്നത്, എന്നാൽ നമ്മൾ അറിയാത്ത അദൃശ്യ ലോകത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദൈവം ഉപയോഗിക്കുന്ന ചില അഭിഷക്തർ ഈ ദേശത്ത് വന്ന് കാൽ ചവിട്ടുന്ന സന്ദർഭത്തിൽ തന്നെ ആകാശമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ആത്മലോകത്തിൽ ദൂതസംഘങ്ങളുടെ ഇടയിൽ വലിയ ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നാളുകളായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നൊരു സ്ഥലമാണ്. എന്നാൽ വീണ്ടും ഒരു ഉണർവിൻ്റെ സമയം കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കമ്മ്യൂണിറ്റിയെ ട്രാൻസ്ഫോം ചെയ്യണം. അതാണ് നമുക്ക് ഇന്നലെ വന്നപ്പോഴൊക്കെ മനസ്സിലായത്. കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ കമ്മ്യൂണിറ്റിയെ ട്രാൻസ്ഫോം ചെയ്ത് അവരെ കർത്താവ് ഈ ദേശത്തിൽ ഉണർവിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ക്രിസ്തു സമാനതയിലേക്ക്, ക്രൈസ്റ്റ് ലൈക്നെസ്സിലേക്ക് ജനത്തെ കൊണ്ടുവരിക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു വലിയ ചലനത്തിൻ്റെ ഭാഗമായിട്ട് പാസ്റ്റർ അനീഷ് മനു സ്റ്റീഫൻ അവർക്കും ഇവിടെ എത്തിച്ചേരുവാൻ, ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ഇവിടെ എത്തിച്ചേരുവാനുള്ള അവസരം കർത്താവ് നൽകി തന്നു. അതിനായി ദൈവത്തിന് മഹത്വം. Jeffrey, thank you so much for being with us this evening. You came for this revival meeting and you are from this land. You are from Darwin. Originally you are from Darwin. Originally I'm from Pine Creek, but my grandmother grew up, she's a Larry Kid. We originally Christian. So your grandmother was a Christian? Yeah, she was. She was a Christian. Yeah. So what about your father and mother? That was. They were also Christians. Okay, what about you? Have you accepted Jesus as your personal savior? I was from AOG, Assembly of God. AOG means Assemblies of God. You are part of Assemblies of God. And I play. You play guitar. Yeah, I play bass and drum. Singing the Lord. Wow. So, Lord Jesus Christ. what about your family, your wife and children? How many children you have? I got 4 daughters. 4 daughters. 4 daughters and 2 sons. 2 sons, so 5 children. Twins. 5 children. Wow, that's great. So, live for Jesus as you have. My missus. My missus. She's a church person, but she's back in WA. In Western Australia. Okay. She's in WA, Western Australia. Thank you so much. Thank you. So, ഈ ജെഫ്രി ഇവിടെ നിന്ന് ഡാർവിനിൽ നിന്നുള്ള ഒരു അബറിജിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു ദൈവപൈതലാണ്. ഈ ജെഫ്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജെഫ്രി പറഞ്ഞത് ജെഫ്രിയുടെ ഗ്രാൻഡ് മദർ ഒരു വിശ്വാസിയായിരുന്നു. ജെഫ്രിയുടെ ഫാദറും മദറും വിശ്വാസികളായിരുന്നു. ജെഫ്രി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ ബേസ് ഗിറ്റാർ വായിക്കുന്ന ഒരു പഴയ അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു. സോ ജെഫ്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തനിക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്. സോ ജെഫ്രി, please live for Jesus Christ. Lead a righteous, holy life. Exactly. Amen. Thank you so much. Thank you so much. God bless you. എനിക്ക് 2009
അഡലൈഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനുള്ളൊരു അവസരം ലഭിച്ചു. പാസ്റ്റർ ബാബു കുരുവിള അവറുകളുടെ ആ സ്ഥലത്ത് പോകാനൊരു അവസരം ലഭിച്ചു. അന്ന് അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ ഈ കർത്താവിൻ്റെ ദാസൻ, ഇത് 2009, എത്ര വർഷം മുമ്പാണ്? 17 വർഷങ്ങൾക്ക് മുന്നമേയാണ്. 17 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ അവിടെ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ അന്ന് പാസ്റ്റർ ബാബു കുരുവിള പാസ്റ്ററല്ല, അവിടുത്തെ ഒരു ചർച്ചിലെ വിശ്വാസിയാണ്. എന്നാൽ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാനുള്ള ഉത്സാഹം കാണിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ അബോറിജിനൽസിനെ കാണുകയാണ്, ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കാണുകയാണ്. അന്ന് ആ മീറ്റിംഗ് ക്രമീകരിച്ചത് ഒരു വലിയൊരു ശ്രമത്തിൻ്റെ ഫലമായിരുന്നു, ഒരു അത്യുത്സാഹത്തിൻ്റെ ഫലമായിരുന്നു. അങ്ങനെയുള്ള അത്യുത്സാഹങ്ങൾക്ക് തയ്യാറായതുകൊണ്ട് തന്നെ കർത്താവ് പിൽക്കാലത്ത് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു എന്ന് വളരെ ശക്തമായിട്ട് ദൈവരാജ്യത്തിൽ കർത്താവിൻ്റെ ദാസൻ ബാബു കുരുവിള അവറുകൾ പ്രയോജനപ്പെടുന്നു. വലിയ ഉണർവിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കുകയാണ്. ആ 2009 അന്നത്തെ ആ മീറ്റിങ്ങിനെ കുറിച്ച് 1-2 കാര്യങ്ങളൊന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. താങ്ക് യു പാസ്റ്റർ, ഗിവ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടന്മാരെ കേൾക്കുമാറാക്കുന്നു, ഊമമാരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു എന്ന്, ജനം അത്യന്തം വിസ്മയിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. സകലവും നന്നായി ചെയ്യുന്നൊരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവശബ്ദം ഞാൻ കേട്ടതിൻ്റെ അതിൻ്റെ ഒരു 17 വർഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 2009 ഇതുപോലെ കർത്താവിൻ്റെ അഭിഷേകത്തിന് പാസ്റ്റർ ഫിനി സ്റ്റീഫൻ പാസ്റ്റർ അഡലേഡിൽ വന്നപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് അതിനു മുമ്പ് സംസാരിച്ചൊരു ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു മീറ്റിംഗ് നടത്തണമെന്ന്. അതിന് ഞാൻ സ്റ്റെപ്പ് നോക്കുകയും അതിനാദ്യമായിട്ട് ആ മീറ്റിങ്ങിന് പാസ്റ്ററാണ് വന്ന് മീറ്റിങ്ങിൽ ജനത്തോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന വലിയൊരു ദൈവപ്രവൃത്തി കാണുവാനും 68 ഇൻഡിജിനസ് മെമ്പേഴ്സ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും വലിയ ദൈവപ്രവൃത്തി അതിനകത്ത് കണ്ട് സന്തോഷിക്കുവാൻ ഇടവന്നു 17 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം പല അവസരങ്ങളിലായിട്ട് ദൈവപ്രവൃത്തി ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തി. സകലവും വിസ്മയമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പ്രോഫിറ്റിക്കൽ വേർഡ് ഇങ്ങനൊരു ദൈവാസം പറഞ്ഞു: യു വിൽ ബി എ ബ്രിഡ്ജ് ഫ്രം അഡലൈഡ് ടു ഡാർവിൻ. ഇന്നിവിടെ നിൽക്കുമ്പോൾ അതാണ് ഞാൻ ഓർക്കുന്നത്. ദൈവത്തിന് മഹത്വം. യു വിൽ ബി എ ബ്രിഡ്ജ് ടു അഡലൈഡ് ടു ഡാർവിൻ. ഡാർവിനെയും അഡലൈഡിനെയും അല്ലെങ്കിൽ മറ്റ് പട്ടണങ്ങളെ ഡാർവിനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുമെന്ന് ഒരു ദേവദാസൻ പ്രവചനത്തിൽ പറഞ്ഞു. 7 വർഷങ്ങൾക്ക് മുന്നമേ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു നിവൃത്തീകരണം കൂടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ വന്നപ്പം അതിനെക്കുറിച്ച് ഓർക്കുവാണ്. അതോടൊപ്പം തന്നെ പ്രിയ ദൈവദാസന്മാരോടൊപ്പം ഈ പട്ടണത്തിൽ വരെ ഇന്നലെ കടന്ന മീറ്റിംഗ് അതൊരു ഭയങ്കര കൺഫർമേഷനാണ്. ഇന്നും മീറ്റിംഗ് നടക്കാൻ പോകുന്ന ഓഡിറ്റോറിയത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തയോർത്ത് അവൻ സകലവും നന്നായി ചെയ്യുന്ന ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ എസ്പെഷ്യലി ഇന്നലെ നടന്ന മീറ്റിങ്ങിനെ ഓർക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം 10-40 ഇൻഡിജിനസ് ആൾക്കാർ വരികയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അത് കഴിഞ്ഞുള്ള അവരുടെ സന്തോഷവും, ഇതൊക്കെ വളരെ ഞങ്ങളുടെ ജീവിതത്തിലും വളരെ സന്തോഷവും വളരെ ടച്ചിങ് ആയിട്ടുള്ള ദൈവസാന്നിധ്യം മൾട്ടികൾച്ചറായിട്ടുള്ള ആൾക്കാർ ഒന്നിച്ച് ഈ ഡാർവിൻ എന്ന സ്ഥലത്ത് വന്ന് കൂടുവാനും അതിന് ഞങ്ങളും അവിടുന്ന് അഡലേഡിൽ നിന്നും ദൈവദാസന്മാർ ഇന്ത്യയിൽ നിന്നും മെൽബോണിൽ നിന്നുമൊക്കെ ഒരു ടീമായിട്ട് ഇവിടെ വന്ന് കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വം എടുക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞു പോയ നാളുകളിൽ പ്രത്യേകിച്ചും ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഒരുപാട് മീറ്റിങ്ങുകൾ നടത്താൻ വേണ്ടി ബാബു പാസ്റ്ററിനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. അപ്പോൾ കുറേ ആളുകൾ അവിടെ സ്നാനപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. 100 കണക്കിന് ആളുകൾ സ്നാനപ്പെട്ടു. അങ്ങനെയുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? കർത്താവിൻ്റെ കൃപയിൽ ഈ അനീഷ് പാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾ 2009 മീറ്റിംഗ് നടത്തിയതിന് ശേഷം 2013 മീറ്റിങ്ങിനാണ് ഇന്ന വിഞ്ചി എന്ന് പറഞ്ഞൊരു അമ്മച്ചിയായിട്ട് പരിചയപ്പെടുന്നത്. ആ അമ്മച്ചി പറഞ്ഞൊരു കാര്യം, we know that the Holy Spirit fire is going to come to this land, but we heard from our forefathers that the fire is going to bring from the people from India, so we want to follow it. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഡാർവിനിലുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ളൊരു അമ്മച്ചി പറയുകയാണ്, ഇവിടെ ഒരു ഉണർവുണ്ടാകും. ആ ഉണർവ് ഇന്ത്യയിൽ നിന്നുള്ള ദേവദാസന്മാരിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഫയർ ഉണ്ടാവും. ആ ഫയർ ക്യാരി അബോറിജിനൽസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഫയർ
ഇന്ത്യയിൽ നിന്നുള്ള ദൈവദാസന്മാരിൽ നിന്നാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആ അമ്മച്ചി പറയുകയുണ്ടായി. അന്ന് 2013 ഈ അമ്മച്ചി 13 പറഞ്ഞു. അങ്ങനെയാണ് ഈ അമ്മച്ചി നമ്മളായിട്ട് കണക്റ്റ് ആവുന്നത്. ഈ ആ അമ്മച്ചിയിലൂടെയാണ് എനിക്ക് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കിയുള്ള ഇപ്പോൾ ഉള്ള വിവിധ 5 കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ബന്ധം വരുന്നത്. ഞങ്ങൾ AP വയലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് സൗത്ത് ഓസ്ട്രേലിയയിലുള്ള സ്ഥലമാണ്. അവിടെ 5 കമ്മ്യൂണിറ്റിയിൽ നമുക്ക് മിഷൻ ഫീൽഡിലായിട്ട് മിഷൻ ചർച്ചായിട്ട് ഞങ്ങൾ സഹോദരന്മാരും സഹോദരിമാരെയൊക്കെ ഒന്നിച്ച് പോയി അവിടെ പല പ്രാവശ്യങ്ങളായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അവിടെ സ്നാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ കർത്താവിനെ അവരുടെ ജീവിതം കൊടുക്കി അവിടെ ആരാധനയും അതോടൊപ്പം തന്നെ സ്നാനങ്ങൾ ഓരോ പ്രാവശ്യം നടക്കുമ്പോൾ കൂട്ട സ്നാനങ്ങൾ നടക്കുകയും ആ കമ്മ്യൂണിറ്റിയിൽ വലിയ രൂപാന്തരം ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾക്ക് കാണുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടവരുത്തി. അതോടൊപ്പമാണ് 2018 അനീഷ് പാസ്റ്റർ നമ്മുടെ ചർച്ചിൽ വന്ന് മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഈ അമ്മച്ചിയാണ് ആദ്യം പറയുന്നത് ഈ ഹാവ് ടു ഗോ ടു ഡാർവിൻ. അതിനുശേഷം 2019 നമ്മുടെ ചർച്ചിൽ പാസ്റ്റർ അനീഷ് വന്നപ്പം നമ്മുടെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയിലുള്ള ന്യൂമിഡി എന്ന് പറയുന്ന സഹോദരി അതിന്ന് റെക്കോർഡഡ് ആയിട്ട് ഇതെല്ലാം ഉള്ളതാണ്. അവർ പറയുന്നത് അവരുടെ വീഡിയോസ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും തരാം. ഇതെല്ലാം ഉള്ളതാണ്. I felt the Holy Spirit, and it was in my heart. And last time I changed, and then Jesus is always with me. And tonight, and I was sick and diabetes and kidney failure. Yeah, but Lord washed me today, and I'm still following. I believe Lord Jesus. In the song it was saying, "No turning back, no turning back." The words I always thinking and I'm singing always. I want to be in Lord Jesus. And I try and with God. Okay, yeah. ഞാനതാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറകോട്ട് തിരിച്ചു നോക്കുമ്പം കർത്താവ് എത്ര വിശ്വസ്തനാണെന്നാണ്. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം പറഞ്ഞ വാക്കിന് മാറ്റമില്ല. അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവം, സകലവും നന്നായി ചെയ്യുന്ന പല കാര്യവും നമുക്ക് പിടികിട്ടത്തില്ല. ഇന്നിപ്പോൾ ഞാൻ പറയുന്ന 17 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവശബ്ദം കേട്ടതിൻ്റെ അതിലെടുത്ത സ്റ്റെപ്പാണ് എന്നെ ഇന്ന് ഇവിടെ നിർത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടവെത്തിയത്. എൻ്റെ കഴിവോ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ശരിക്കും അതിശയപ്പെടും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. കാരണം ഇന്നലെ നടന്ന മീറ്റിങ്ങിൽ നടന്ന ഒരു ജനത്തിനുണ്ടായൊരു വിടുതൽ, അന്ധതയിലിരുന്ന് ജനം വെളിച്ചം കണ്ടു എന്ന് പറയുന്നത് എഴുതി വച്ചിരിക്കുന്ന ലെറ്ററിൽ ഇന്നലെ അത് കാണാൻ പറ്റി. ഇരുട്ടിലിരുന്ന് ജനം വെളിച്ചം കണ്ട് അവരിന്ന് കർത്താവിൽ വന്ന് സന്തോഷിച്ചു, ആരാധിച്ചു. മൾട്ടികൾച്ചറായ ജനം ഒന്നിച്ച് കൂടി വന്നു. അവരുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവർ കഴിഞ്ഞ് സന്തോഷത്തോടെ അവർ രട്ടഴിഞ്ഞ് അവർ പോകുന്ന കാണുവാൻ നമുക്കിട വന്നു. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തികൾ നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. പ്രത്യേകിച്ചും മിഷൻസിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവവേലയിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുന്ന ഒരു പ്രത്യേക കാലഘട്ടം തുറക്കപ്പെടുകയാണ്. നിങ്ങൾ അല്പം പോലും മടിച്ചു നിൽക്കരുത്. വിശ്വാസത്തിൻ്റെ ചൂടുകൾ വയ്ക്കുവാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ പല ദേശങ്ങളുടെയും വാതിലുകൾ തുറക്കപ്പെടും. ഇതുവരെയും കർത്താവാകുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ദേശങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. വ്യത്യസ്തമാകുന്ന പീപ്പിൾ ഗ്രൂപ്പ്സിൻ്റെ വാതിലുകൾ കർത്താവ് തുറന്നു തരും. അവിടെയെല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള അത്ഭുത അവസരം നൽകി തരും കർത്താവ്. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു തലമുറയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തലമുറകളുടെ പ്രതിനിധികളുമായിട്ടാണ് ഞാനിപ്പോൾ ഈ ആശയവിനിമയം നടത്തിയത്. ഈ അഭിഷക്തനെ ദൈവം ഇത്ര ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. കാരണം ഞാൻ ഈ അഭിഷക്തനെ വളരെ മുന്നമേ കണ്ടതാണ്. കർത്താവുമായിട്ട് 2007 കർത്താവുമായിട്ട് ബന്ധമില്ലാത്തൊരു സമയത്ത് ബന്ധം ഇങ്ങനെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് കണ്ടുമുട്ടിയതാണ്. അവിടെ നിന്ന് ഉയർത്തി ശുശ്രൂഷയിൽ പടിപടിയായി ഉയർത്തി കൊണ്ടുവന്ന് ഇന്ന് സാധാരണ ആർക്കും എത്തിച്ചേരുവാൻ കഴിയാത്ത ഈ ദേശത്തിലെ ഇൻഡിജിനിയസ് വിഭാഗത്തിൻ്റെ ഇടയിൽ, അതിന് അബോറിജിനൽസ് എന്നാണ് ഇവിടെ പറയുന്നത്, അബോറിജിനൽസിൻ്റെ ഇടയിൽ കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാനും അവിടെയുള്ള അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും വേണ്ടി ദൈവം ഉപയോഗിക്കുന്നതൊരടയാളമാണ്. ഈ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾക്കൊരടയാളമാണ്.
ഈ നിലയിൽ ഒരു വിളിയുള്ളവരാകുന്നു നിങ്ങൾ എങ്കിൽ, ഒരു കോളിംഗ് ഉള്ളവരാകുന്നു നിങ്ങളെങ്കിൽ മടിച്ചു നിൽക്കരുത്. വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ചുവട്ടടി വയ്ക്കണം. ആ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ചുവട്ടടി വെച്ചെങ്കിൽ മാത്രമേ പടിപടിയായിട്ട് പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുവാൻ വേണ്ടി 17 വർഷം അതിൽ കൂടുതൽ വർഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 17 വർഷത്തെ അതിനു മുന്നേ 17 വർഷത്തിന് മുമ്പുള്ളൊരു സംഭവം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ 17 വർഷങ്ങൾക്ക് മുന്നമേ എടുത്ത വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ്, അതിൻ്റെ ഫലമായിട്ടാകുന്നു 17 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഇടയിൽ പ്രയോജനപ്പെടുവാൻ വേണ്ടിയുള്ള വലിയ വാതിലുകൾ കർത്താവ് തുറന്നു കൊടുത്തത്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ധൈര്യത്തോടുകൂടെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചുവട്ടടികൾ വയ്ക്കുക. കർത്താവ് പറയുന്നത്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ലോകത്തിൻ്റെ അറ്റങ്ങളെ കൈവശമായി നിങ്ങൾക്ക് തരുമെന്നുള്ള ആ വാഗ്ദത്ത വചനം പോലെ. ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെ എല്ലായിടത്തും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നുള്ള ആ ദൈവത്തിൻ്റെ ദൂത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് പ്രത്യേകമായി സ്പർശിക്കുകയും ആശീർവദിക്കുകയും അങ്ങയുടെ എല്ലാവിധമാകുന്ന നിയോഗങ്ങളാലും നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാക്കി ഈ പ്രിയപ്പെട്ടവരെ മാറ്റണമേ. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകമായി Lift your voice, lift your hands, worship with the angels. Sing that again, Yeshua, Yeshua. Sing that again, Yeshua, Yeshua. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.